പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം തന്നെ എന്നേക്കും തന്നെ ആമേൻ. ദൈവവചനത്തിന്റെ തീമഴ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്നിയുടെ ഇരുതല വാളാകുന്ന ദൈവവചനം നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. പാറ പോലെ കിടക്കുന്ന നിങ്ങളുടെ ബന്ധനങ്ങളെ കൂടം പോലെ ഈ വചനം തകർത്ത് കളഞ്ഞ് നിത്യരക്ഷയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറമ്യാ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 19-20 വചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം. വിലകെട്ടോ പറയാതെ സദ്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവായി തീരും. അവർ നിന്റെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരികയില്ല. ഈ ജനത്തിന് മുമ്പിൽ ഒരു പിത്തളക്കോട്ടയെ നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കില്ല. എന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന അതിശക്തമായ വചനമാണ്. വിലകെട്ടോ പറയാതെ സദ്വചനം മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയായി തീരും. നമ്മുടെ നാവിലുള്ള നിന്ദയും പഴിയും ദുഷിയും ഏഷണയും മ്ലേച്ഛവാക്കുകളും അശുദ്ധ വാക്കുകളും പരദൂഷണ വാക്കുകളും ഒക്കെ വിട്ടുകളഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവരെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്ന, ദൈവനാമം മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനങ്ങളും ദൈവവചനങ്ങളും കൃപാവചസ്സുകളും നമ്മുടെ നാവിലൂടെ വരാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഓർപ്പെടുത്തുകയാണ്, നമ്മുടെ നാവ് കർത്താവിൻ്റെ നാവ് പോലെ തീരും. അപ്പോൾ ഒരാളെ നീ രക്ഷപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. നീ നന്നായി വരും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയായി തീരും. അത് ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് രക്ഷിക്കുന്ന നാവാണ്, മറ്റുള്ളവരെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്ന നാവാണ്, നശിപ്പിക്കുന്നതല്ല. ഇല്ലാതാക്കും. നശിപ്പിക്കുന്ന മൊത്തം സാത്താനാണ്. യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ നാവിനൊരു അഭിഷേകമുണ്ട്. ആ നാവിൻ്റെ അഭിഷേകം കളയാതെ സൂക്ഷിക്കണമെങ്കിൽ നാവിലൂടെ വിലകെട്ട വാക്കുകൾ പറയരുത്. ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെ വിലകെട്ട വാക്കുകൾ പറയാതിരുന്നാൽ ഇതാ അവർ നിന്റെ അടുക്കിലേക്ക് വരും, നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങി പോകേണ്ടി വരികയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അല്ലെ നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോയവർ, അവരൊക്കെ നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല. ദൈവം അവരെ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരും. അവർ നമ്മുടെ അടുക്കിലേക്ക് ഇങ്ങോട്ട് വരും. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യമേ വരില്ല. കാരണം കർത്താവ് നമുക്ക് വേണ്ടി പോകും. യെശയ്യാ 42:3 പുറപ്പാട് 23:3 പറയുന്ന പോലെ കർത്താവ് നമുക്ക് വേണ്ടി പുറപ്പെടും. കർത്താവ് പോയി നമ്മുടെ കാര്യത്തിൽ ഇടപെടും എന്നുള്ള കാര്യം ഓർപ്പെടുത്തുന്നു. അത് മാത്രമല്ല, നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്ന എല്ലാ തിന്മകളെയും കർത്താവ് നശിപ്പിച്ചു കളയും. അവർ നിനക്കെതിരെ യുദ്ധം ചെയ്താലും അവർ പരാജയപ്പെടും, ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ഈ വചനം നമ്മളെ ഓർപ്പെടുത്തുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നാവിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കാം. വിലകെട്ട വാക്കുകൾ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അനേകരെ രക്ഷിക്കാനും ഉയർത്താനും വളർത്താനും നമുക്ക് സാധിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.